എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ മാജിക് സ്വിച്ച് വേർഡിനെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 വീഡിയോസ്. അപ്പം അതിൽ ഇന്നലത്തെ വീഡിയോയിൽ പലർക്കും വിചാരിച്ച കാര്യങ്ങൾ, അതും വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് കേട്ടപ്പോൾ ഞാൻ യൂണിവേഴ്സിനോടും എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്, അവർക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ, ഏറ്റവും അർജൻറ്റായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വൂൾഫ് എന്ന് പറയുന്ന ഈ ഒരു വൂൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ഈ ഒരു സ്വിച്ച് വേർഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിനി എന്നാ ചെയ്യും അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിലിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആയിക്കോട്ടെ, നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലിയിട്ടുണ്ട്. സത്യമാണ്, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചാൻറ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, എനിക്ക് വേറെ വഴിയില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്വിച്ച് വേർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ ആ അവസ്ഥകളിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത, എൻ്റെ കൂടെ നിന്ന ഡിവൈൻ പവറാണ് ഈ ഒരു വൂൾഫ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ അടുത്തുള്ളതുപോലെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ മെഡിറ്റേഷനൊക്കെ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ചെയ്ത് ആ ഒരു സമയത്ത് ഇത് ചാൻറ്റ് ചെയ്ത് കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ എടുക്കുന്നു, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണേ പിൻ ചെയ്യാൻ പറ്റുള്ളൂ, അതാണ്. അല്ലാത്ത കമൻറ്റുകൾ വേറെയും വന്നിട്ടുണ്ട് ഇങ്ങനെ റിസൾട്ട് കിട്ടിയവരുടെ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കാര്യം സാധിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളിപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കൂടുതലും സ്ത്രീകളാണ് കേട്ടോ, ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെ പോവാണ്, എന്നാ ചെയ്യുന്നത് അറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലവർ മെസ്സേജ് അയക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് കൂടെ നിന്ന് കാല് വാരുക എന്നൊക്കെ പറയില്ലേ, ചിലപ്പം നമ്മൾ അത്ര അറ്റാച്ച്മെൻറ്റ് കൊടുത്ത് നിർത്തിയ ആൾക്കാരായിരിക്കും. അപ്പം പലരും ഉപദേശിക്കാൻ വരും, ഇന്ന ആൾക്കാരല്ലേ, അമ്മായിയല്ലേ, അവരല്ലേ, ഇവരല്ലേ, ആൻറ്റിമാരല്ലേ, അങ്കിളുമാരല്ലേ, ഇങ്ങനെ ക്ഷമിച്ച് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പനല്ലേ, അമ്മയല്ലേ, അങ്ങനെയൊക്കെ ഓരോന്നൊന്ന് പറയും. പക്ഷേ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ആൾക്കാർ ഇവരോട് എന്താണ് ചെയ്തത്, എത്ര മോശമായിട്ടാണ് പെരുമാറിയത്, എന്തുകൊണ്ടാണ് അവർ മാറിയത്. നമ്മൾ മാറുന്നത് വരെ മാറി അവർ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും. പക്ഷേ ആ ആൾക്ക് അത്രയും ചേഞ്ച് ഉണ്ടാവാനായിട്ട് കാരണം അവർക്ക് കിട്ടിയ അനുഭവങ്ങളായിരിക്കും അല്ലേ, അത് പലരും മനസ്സിലാക്കാതെ പോവാണ്. അപ്പം അത്രമേൽ വിഷമിച്ച് അല്ലെങ്കിൽ കരഞ്ഞിരുന്നിട്ടായിരിക്കും ഒരാൾ ഭയങ്കരമായിട്ട് മാറുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മാറുവാണ് വേണ്ടത്, അല്ലാതെ കരഞ്ഞ് ആ പ്രശ്നങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പരദൂഷണമോ കുറ്റമോ കുറവുകളോ എന്തും പറഞ്ഞ് നടന്നോട്ടെ. നമുക്ക് അങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട്, എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ഞാൻ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്നുള്ളതൊക്കെ. പറഞ്ഞോട്ടെ, അവർ പറയട്ടെ, അവരുടെ ജോലി അതാണെന്ന് വിചാരിച്ചാൽ മതി, ഒന്ന് ഓർത്താൽ മതി. ഇങ്ങനെ എല്ലാവരോടും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെക്കുറിച്ച് കേൾക്കുന്നവർ വിലയിരുത്തും. എപ്പോഴും ഇങ്ങനെ ഈ സ്വഭാവം, ഇങ്ങനെ പ്രദോഷം പറഞ്ഞ് നടക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ആദ്യമേയൊക്കെ എല്ലാവരും ഇരുന്ന് കേൾക്കും. പക്ഷേ പതുക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും, ഇങ്ങനെ ഈ പരദൂഷണം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അപ്പോൾ ഈ ഒരു സ്വഭാവം ആയതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുക എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി കുറേ കഴിയുമ്പോൾ ഈ കർമ്മ എന്ന് ഉള്ളതുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത പതുക്കെ ആളുകൾ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരും. അപ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ട, എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുവോ, അങ്ങനെ ചിന്തിക്കുമോ, ഇങ്ങനെ ചിന്തിക്കുമോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കണ്ട. അവർ പരദൂഷണം പറഞ്ഞ് അവരുടെ സമയം കളഞ്ഞോട്ടെ, നമുക്കതിനൊന്നും സമയമില്ല. നമ്മുടെ ഗ്രോത്തിനും നമുക്കായിട്ടുള്ള വളർച്ചകളിൽ നമുക്ക് ശ്രദ്ധിക്കാം, അത് മതി. അല്ലാതെ ഇങ്ങനെയുള്ള പരദൂഷണ കമ്മിറ്റി അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കുകയേ വേണ്ട. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിലൂടെ പോകുന്നു, ഈ പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നോ, നമ്മൾ എന്തിലൂടെ പോകുന്നു എന്നോ, നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും ഓരോ മൊമെൻറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരായിരിക്കും നമ്മൾ അവിടെ ഇരുന്ന് കുറ്റം പറയുന്നത്. അവർക്ക് കുറ്റം പറയാനേ സമയം കാണുള്ളൂ. അവരൊന്നും നമ്മുടെ ഒരു വളർച്ചയിലോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിലോ ഒന്നിലും ചിലപ്പോൾ കൂട്ടു നിൽക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ഈ വിഷമം തന്നിരുന്ന അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവരെന്തും പറഞ്ഞോട്ടെ, ശരിയാണ്, അഫക്റ്റ് ചെയ്യും,
ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കാണുമ്പം ഭയങ്കരമായിട്ട് വിഷമം വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റഡ് പീരീഡിലേക്കായിരിക്കണം. ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാനേ പാടില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ചെയ്യണം. അല്ലാതെ നമുക്കെപ്പോഴും ചോദിക്കാറുണ്ട്, വേണ്ടപ്പെട്ടവർ തന്നെ വിഷമിപ്പിക്കുമ്പം എന്ത് ചെയ്യണം എന്നുള്ളത്. വേണ്ടപ്പെട്ടവരെ വിഷമിപ്പിക്കുമ്പം അത് ഏറ്റവും വലിയ ദുഃഖമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ നമ്മൾ ആ വിഷമത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, അങ്ങനെ ഫുള്ള് കാലങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു ചേഞ്ചും ഉണ്ടാവില്ല ഒരിക്കലും. നമ്മൾ ഈ പരദൂഷണത്തിൽ അകപ്പെട്ട് അവർക്ക് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെപ്പോഴും നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയാൻ മാത്രമേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. നമ്മൾ എത്ര നല്ലത് ചെയ്ത് കൊടുത്താലും, നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്താലും അവരൊരിക്കലും നല്ല കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. ഞാനതിൽ മോട്ടിവേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഓരോരുത്തരുടെയും ലൈഫിൽ കൗൺസിലിംഗ് ചെയ്ത സമയത്തുള്ള ഓരോ അനുഭവങ്ങൾ, അതൊക്കെ പലതും ഞാൻ ഓരോ റീലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ആ ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇനിഷ്യൽ ടൈമിൽ എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അതായത് ഞാനത് ചെയ്യുന്നതിൽ ഭയങ്കര പ്രശ്നങ്ങൾ. എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് വേറെ പല ആൾക്കാർക്കുമാണ് ഭയങ്കര പ്രശ്നം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ ആ ഒരു ആൾക്കാരെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും ഒന്നിനും പോകാറില്ല. പക്ഷേ ഇവരിങ്ങനെ ഇരുന്ന് ചോദിച്ചലാണ്. പക്ഷേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് ആയി. പിന്നെ എനിക്ക് ഫിലിമിൽ നിന്നൊക്കെ ഓഫറൊക്കെ വന്നു. അപ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു രീതികളൊക്കെ അങ്ങ് മാറി. നല്ലതായി, നന്നായി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് എന്നുള്ള രീതിയായി. അപ്പം അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പല എതിർപ്പുകൾ, പരദൂഷണങ്ങൾ, കുറ്റം പറച്ചിൽ, ഇതൊക്കെ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മളെ വിഷമിപ്പിക്കും ഒരുപാട്. എന്നെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറയും, നീ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടല്ലോ. പുള്ളിയാണ് എനിക്ക് ഫോൺ വാങ്ങിച്ചു തരുന്നതും ഇതിൻ്റെ സ്റ്റാൻഡുകൾ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത് ആ ആളാണ്. അപ്പം എനിക്ക് ഇഷ്ടമായിട്ടും കൂടി ചെയ്യുന്നതാണ്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ, എനിക്ക് ഇതിന് വേണ്ട ഒരു സപ്പോർട്ടും തരാതെ, ഭയങ്കരമായിട്ട് തന്നെ മെൻ്റലി ഡിസ്ട്രാക്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന ഈ കുറേ ആൾക്കാരിരുന്ന് പരദൂഷണം പറഞ്ഞാൽ ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യാനേ പാടില്ല. നമ്മൾ അങ്ങനെ ഒരു പരിഗണന അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ കേട്ടാൽ പോലും അവർ പറയുന്നതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നായിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല. അവരത് അർഹിക്കുന്നില്ല. അവർ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ അങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാൻ അനുവദിക്കുക. ഓക്കെ, അത് അവരുടെ സ്വഭാവമാകും. കാരണം അത് അവരെ തന്നെ പിന്നീട് അഫക്റ്റ് ചെയ്യുള്ളൂ. ആ രീതിയിൽ അങ്ങോട്ട് പിന്നെ അവർ ചിന്തിക്കാത്തൊരു കാര്യം, ഇങ്ങനെ ഈ കുറ്റവും പരദൂഷണവും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിൽ നിന്ന് അവരിങ്ങനെ പറയുമ്പോൾ വീണ്ടും അവിടെ ഒരു അകലിച്ച കൂടിക്കൂടുക വരികയുള്ളൂ. ഒരിക്കലും അവിടെ വീണ്ടും ഈ ഒരു ബന്ധമൊന്നും കൂട്ടിച്ചേർക്കപ്പെടുകയില്ല. ആ ഒരു വിള്ളൽ ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ബന്ധങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ട് സൈഡിൽ നിന്നും വിചാരിക്കണം, അല്ലേ? ഒരാൾ മാത്രമല്ല, ഒരാൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഭയങ്കര കുറ്റങ്ങളും പരദൂഷണമൊക്കെ പറഞ്ഞ് നടന്നിട്ട് ആ ആൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഈ പറയുന്ന ആൾക്കാരുടെ നാക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളിൽ മാറ്റം വരും, ഇതൊക്കെ വരും. അതും മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാം, അതൊന്നും നമ്മൾ ഒട്ടും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഏറ്റവും വിഷമിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ ഒരു പറഞ്ഞ സ്വിച്ച് വേർഡ് കറക്റ്റായിട്ട് ചാൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ വരും. പക്ഷേ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെട്ട് പോകരുത്. പരദൂഷണം പറയുക, കുറ്റം പറയുക, ദേഷ്യം, അങ്ങനെയൊന്നും വേണ്ട. എനിക്കും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ദേഷ്യങ്ങളൊക്കെ വരും. പക്ഷേ മാക്സിമം ഞാനതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും. പിന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ ബാഡ് സിറ്റുവേഷൻസ് ഉള്ള സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരുന്നു. അപ്പം നമ്മളെ ചില ആൾക്കാർ ഉപദേശിക്കും കേട്ടോ. ഈ ഉപദേശിക്കുന്ന ആൾക്കാരാണ്, അവർ മൂലമായിരിക്കും നമുക്ക് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഈ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ദേഷ്യവും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഏറ്റവും വലിയ പ്രോബ്ലം മേക്കേഴ്സുമാണ് അവരായിരിക്കും നമ്മളെ ഉപദേശിക്കുന്നത്. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ തിരിച്ചൊന്നും പറയരുത് എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മളൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അത് പറയാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. അതായത് ദേഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശാന്തതയെക്കുറിച്ച് ഒരാൾ ഉപദേശിക്കുമ്പം പറയുന്ന ആൾ അങ്ങനെ ആയിരിക്കണം. അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ശാന്ത സ്വഭാവം ഉണ്ടായിരിക്കണം, ദേഷ്യപ്പെടാത്ത ആളായിരിക്കണം, നല്ല മനസ്സുള്ള ആളായിരിക്കണം, പരദൂഷണം പറയാത്ത ആളായിരിക്കണം, അല്ലേ? അങ്ങനെയുള്ള ഒരാൾ വേണം ഉപദേശിക്കാനായിട്ട്. അല്ലാതെ ഇതൊന്നും ഇങ്ങനെയുള്ള ഒരു ഗുണങ്ങളും ഇല്ലാതെ ഈ മോശം സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരാൾ വന്ന് മറ്റൊരാളെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഗുണം? അപ്പോൾ ആ ആൾ എല്ലാവരോടും മോശമായിട്ട് പെരുമാറും. എന്നിട്ട്
എന്നോടെല്ലാവരും നല്ല രീതിയിൽ പെരുമാറണം, ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും സമ്മതിച്ച് കൊടുക്കില്ല അല്ലേ. നമ്മളെന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചും കിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മളെത്ര മിണ്ടാതിരുന്നാലും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഒരുപാട് കമൻസിൽ വരാറുണ്ട്, മെയിലായിട്ടും വരാറുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും പലർക്കും പറയാനുള്ളത് വേണ്ടപ്പെട്ടവർ തന്നെ വിഷമിപ്പിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഈ ഡിറ്റാച്ച്മെൻറ്റ് തിയറി അങ്ങ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ആവശ്യത്തിന് ക്ഷമിച്ചു, ആവശ്യത്തിന് നിന്ന് കൊടുത്തു, ഇനി വേണ്ട. എപ്പോഴും ഹേർട്ട് ആവാനായിട്ട് തന്നെ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റലി നമ്മുടെ ഒരു വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷനും നടക്കത്തില്ല. അത് ഉറപ്പായിട്ടും അതെ. നമ്മുടെ മെൻ്റൽ വൈബ്രേഷൻ നല്ല ഹയസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ലേറ്റ് ആവും, ഭയങ്കര ഡിലേ ആവും, അല്ലെങ്കിൽ സാധിക്കാതെ പോകും. അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഞാനതാ പറഞ്ഞത്, നമ്മളിങ്ങനെയുള്ള ഈ പരദൂഷണക്കാരുടെ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് നടക്കുന്നവരുടെ അവരുടെ വാക്കുകളിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷനാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ ഹയസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ഏൽക്കുകയില്ല. നമ്മുടെ മൈൻഡ് ഡൗൺ ആയതുകൊണ്ടാണ് ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡിനെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹയസ്റ്റ് ലെവലിൽ കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് വേർഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ വിഷ്വലൈസേഷൻ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പോലും വിചാരിക്കാതെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള പരദൂഷണ കമ്മിറ്റികളുടെ പുറകെ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. അങ്ങനെ ഒന്ന് കേൾക്കാൻ നിന്നാൽ പോലും നമ്മൾ അവരുടെ വാക്കുകൾക്ക് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട്. ഇനി നമ്മളെ അതിന് വിട്ടുകൊടുക്കില്ല. ഇനി ഞാൻ എന്നെ വിഷമിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇനി എന്നെ കരയാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ തന്നെ എടുത്തോളുക. ഓക്കെ, അവിടെ നമ്മുടെ ചേഞ്ച് തുടങ്ങും. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ചൊക്കെ കൊണ്ടുവരാൻ പറ്റും. പലരും പറയാറുണ്ട് കല്യാണം കഴിഞ്ഞു, അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നം, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നം, അങ്ങനെ പല പ്രോബ്ലംസാണ് പല പെൺകുട്ടികളും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കുറച്ചൊക്കെ ഒന്ന് മാറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ എപ്പോഴും ഇതൊക്കെ തന്നെ ആലോചിച്ച് കരഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒരിടത്തും എത്തത്തില്ല. അവസാനം എന്ത് ചെയ്യും? നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു സമയമൊക്കെ ഇങ്ങനെ എന്നും കരഞ്ഞ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിന്ന് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളിന്ന് ചിന്തിക്കുകയോ എനിക്ക് അന്നത് ചെയ്യാമായിരുന്നു, ഞാൻ അന്നത് ചെയ്യാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ വിട്ടുപോയല്ലോ എന്നുള്ളൊരു വിഷമം പിന്നീട് ഉണ്ടാവരുത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഉള്ള നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയിരിക്കത്തില്ല. ഹെൽത്ത് എല്ലാം നമ്മൾ ഈ സ്ഥിരമായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ തന്നെ നമ്മുടെ മൈൻഡ് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, മൈൻഡിനെ ബാധിക്കും. പെട്ടെന്ന് ഏജിങ് വരും, അപ്പോൾ ഓരോ അസുഖങ്ങൾ വരും. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് തോന്നുന്ന പോലെ ഒരു എനർജി അപ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ, ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ലൈഫിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ കൺട്രോൾ യുവർ ഇമോഷൻസ്, അതാണ് ഏറ്റവും വേണ്ടത്. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, നമ്മളെ ഒരു പരിധിക്ക് അധികം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഒന്നിനെയും വരാൻ അനുവദിക്കാതിരിക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ഒരു പ്രതികരിക്കുന്നതോടൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡിറ്റാച്ച്മെൻറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് അതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ചിലവരെയൊക്കെ ഡിറ്റാച്ച്മെൻറ്റിൽ കൊണ്ടുവയ്ക്കുന്നത് എപ്പോഴും ലൈഫിൽ ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ.